ഒരു സിവിയർ ഒലിഗോ അസ്തെനോസ്പെർമിയ കേസ്, അതായത് കൗണ്ടും കുറവ് മോട്ടിലിറ്റിയും കുറവ്, അങ്ങനെയുള്ള ഒരു കേസ് എൻ്റെ ക്ലിനിക്കിൽ വരുന്നത് മറ്റൊരു പേഷ്യൻ്റ് റെഫർ ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്ന സമയത്ത് ഞാൻ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് അവരെ സെമൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 31/7 അവർ സെമൻ ടെസ്റ്റ് റിപ്പോർട്ടുമായിട്ട് വന്നു. അന്നാണ് നമ്മൾ കേസ് ടേക്കിംഗ് നടത്തിയ സമയത്ത് നമുക്ക് മനസ്സിലായി അവരുടെ വീട്ടിൽ അവരെ മൂന്ന് ജ്യേഷ്ഠന്മാർക്ക് കുഞ്ഞുങ്ങളില്ല. ഓക്കെ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് ആ ഒരു ബേസിസിൽ, ആ ഒരു ജനറ്റിക് ഹിസ്റ്ററി ബേസിൽ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് അവർ ആദ്യത്തെ സെമൻ ടെസ്റ്റ് ചെയ്യുന്നത് ജൂലൈ 31 ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് 10 മില്യൺ ആയിരുന്നു കൗണ്ട്. പിന്നെ മെഡിസിൻസ് എല്ലാം നമ്മൾ മെഡിസിൻസ് കൊടുത്ത് നമ്മൾ 22 സെപ്റ്റംബറിന് നമ്മൾ സെമൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് അവരുടെ കൗണ്ട് 59 മില്യൺ ആയിട്ട് ഇൻക്രീസ്ഡായി. ഓക്കെ, പിന്നെ മോട്ടിലിറ്റി 0 ഉണ്ടായത് 1% ആയി. ഇനിയും ഇതിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പക്ഷേ ഈ കൗണ്ടിൽ അവർക്ക് വന്നിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, ഇത്രയും 7 വർഷം ഒരു വിവിധങ്ങളായ ട്രീറ്റ്മെൻറ്റ്സ് അവർ എടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയും പെട്ടെന്ന് ഇത്രയും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആദ്യമായിട്ടാണ് അവർ എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ അവരും ഭയങ്കര ഹാപ്പിയിലാണ്, ഞാനും ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ അവർക്ക് ഇനിയും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് അവർക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടും എന്നാണ് എൻ്റെയും അവരുടെയും പ്രതീക്ഷ. അപ്പം ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.